ഏവർക്കും കണക്കുകളുടെ ലോകത്തേക്ക് വീണ്ടും സ്വാഗതം. ഇന്നു മുതൽ ഒരു ഫേസ് ടു ഫേസ് ഇന്ററാക്ഷനിലാണ് വരാമെന്ന് വിചാരിക്കുന്നത്. അതായിരിക്കും കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് എന്ന് തോന്നുന്നു. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ എൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്. സോ അതുകൂടെ പ്രസ് ചെയ്തിട്ട് എൻ്റെ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഇടുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. സോ കമ്മിങ് ടു ദ പോയിന്റ്, ഇന്ന് ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞുകൊണ്ടിരുന്നത് ലീനിയർ ഇക്വേഷനെ കുറിച്ച്. ഒരു ഇക്വേഷൻ്റെ അകത്ത് എപ്പോഴാണ് സൊല്യൂഷൻ ഉള്ളത് എന്ന് കണ്ടുപിടിക്കുന്നത്, സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, ആ കണ്ടുപിടിക്കുന്നതിന് 3 മെത്തേഡ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, ഒന്ന് എലിമിനേഷൻ മെത്തേഡ്, ഒന്ന് ക്രോസ് റൂൾ മെത്തേഡ്. ഇതിന് ഓൾറെഡി സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ജസ്റ്റ് ആ വീഡിയോ ഒന്ന് നോക്കുക, അപ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കും. ഇന്ന് ഞാൻ എലിമിനേഷൻ മെത്തേഡാണ് എടുത്തിരിക്കുന്നത്. എലിമിനേഷൻ മെത്തേഡിൽ ആ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാകും ഇവിടെ എന്തോ ഒരു കാര്യം എലിമിനേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ അന്നേരം സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ എന്ന് പറഞ്ഞാൽ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു നടന്നിരുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എക്സ് എന്നും വൈ എന്നും പറയുന്ന 2 അൺനോൺ വേരിയബിൾസ് ആയിരുന്നു. ആ അൺനോൺ വേരിയബിൾസിന്റെ അകത്തുനിന്ന് ഒരു വേരിയബിളിന് പകരം മറ്റൊരു വേരിയബിളിന്റെ ടേംസിലാക്കി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയായിരുന്നു. ഇവിടെ 2 വേരിയബിൾസ് ആണ് ഉള്ളത്, എക്സും വൈയും എന്ന് പറയുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു വേരിയബിളിനെ നമ്മൾ ടോട്ടലി ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കി എക്സിസ്റ്റ് ചെയ്യുന്ന വേരിയബിളിനെ യൂസ് ചെയ്തുകൊണ്ടാണ് അവർ ഫുൾ നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ എലിമിനേഷൻ മെത്തേഡിനെ മൊത്തത്തിൽ ഞാനൊരു എക്സാമ്പിൾ വഴി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അതായിരിക്കും കുറച്ചുകൂടി ആപ്ലിക്കബിൾ എന്ന് തോന്നുന്നു. സോ ഈ എക്സാമ്പിളിൽ 2x plus 3y plus 5 is equal to 0. അതാണ് ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ എന്നത് 3x minus 2y minus 12 is equal to 0. അതാണ് സെക്കൻഡ് ഇക്വേഷൻ. നോക്കിയാൽ തന്നെ മനസ്സിലാകും 2 ഇക്വേഷനിലും ലീനിയർ ആണ്. അതിന്റെ പവർ എല്ലാത്തിന്റെയും 1 ആണ്. 2 വേരിയബിൾസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്, എക്സും വൈയും. ഇവിടെ ഞാൻ ഇതിനെ എലിമിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ആണ്. സോ നമ്മളൊരു എക്സാം പാറ്റേണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഇതുപോലെ 2 ക്വസ്റ്റ്യൻസ് വരും, 2 ഇക്വേഷൻ വരും. ഈ ഇക്വേഷനെ ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്നു. അതിൽ നിന്ന് തന്നെ ഈ എക്സ് എന്ന് പറയുന്ന വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് നമുക്ക് ശ്രദ്ധിച്ചാൽ ഇവിടെ എല്ലാം തന്നെ കോഎഫിഷ്യന്റ് എടുക്കുമ്പോൾ അതിന്റെ സൈനും കൂടാണ് നമ്മൾ ചേർത്ത് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എക്സ് എന്ന് പറയുന്ന വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇക്വേഷനിൽ 2 ആണ്, സെക്കൻഡ് ഇക്വേഷനിൽ 3 ആണ്. വൈയുടേത് നോക്കിയാൽ മനസ്സിലാകും, ഫസ്റ്റ് ഇക്വേഷനിൽ 3 ആണ്, സെക്കൻഡ് ഇക്വേഷനിൽ -2 ആണ്. ഓക്കെ, ആൻഡ് ഓൾസോ ബാക്കി നിൽക്കുന്നത് 5 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഫസ്റ്റ് ഇക്വേഷനിൽ, സെക്കൻഡ് ഇക്വേഷനിൽ -12 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്നത് ഈ കോൺസ്റ്റന്റ് ഇപ്പോൾ LH സൈഡിലാണല്ലോ കിടക്കുന്നത്, ഈ കോൺസ്റ്റന്റിനെ മാത്രം ഞാൻ RH സൈഡിലേക്ക് എഴുതണം. അപ്പൊ ഞാൻ അടുത്തതായിട്ട് എടുത്തെഴുതാൻ പോകുമ്പോൾ കോൺസ്റ്റന്റ് ആയിട്ടുള്ള നമ്പേഴ്സിനെ മാത്രം RH സൈഡിലേക്ക് മാറ്റുന്നു. നോക്കാം, 2x plus 3y plus 5 ആണ്. RHSലേക്ക് പോകുമ്പോൾ സൈനിന് വ്യത്യാസം വരും, is equal to -5 എന്ന് കിട്ടും. സെക്കൻഡ് ഇക്വേഷൻ വരുമ്പോൾ 3x minus 2y is equal to +12 എന്ന് മാറുന്നു. -12 അപ്പുറത്തേക്ക് പോകുമ്പോൾ +12 ആയിട്ട് മാറും. ഇനി അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ എക്സ് ആണ് എലിമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ, ഞാൻ എക്സ് ആണല്ലോ എലിമിനേറ്റ് ചെയ്യുന്നത്, ആ ഒരു ബേസിസിൽ പറയാം. എക്സ് ആണ് എലിമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ കോഎഫിഷ്യന്റ് സെയിം ആക്കണം. ഓക്കെ, നോക്കാം, ഇവിടെ 2x എന്നും 3x എന്നുമാണ്. ഓക്കെ, ഇപ്പൊ ഇത് രണ്ടും സെയിം ആക്കണം. രണ്ടും സെയിം ആക്കുന്ന സമയത്ത് ഈ രണ്ടെണ്ണത്തിന്റെയും മൾട്ടിപ്പിൾസ് നോക്കാം. ഓക്കെ, 2ന്റെ മൾട്ടിപ്പിൾസ് 4, 6, 8 അങ്ങനെ പോകുന്നു. 3യുടെ മൾട്ടിപ്പിൾസ് 6, 9 അങ്ങനെ പോകുന്നു. അപ്പൊ അതിന്റെ ഏറ്റവും മിനിമം ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിളിനെ എടുക്കാം. അപ്പൊ 2 നോക്കുമ്പോൾ 6 എന്നൊരു മൾട്ടിപ്പിൾ ആണ് അല്ലെ. 6 എന്ന് പറയുന്നത് രണ്ടെണ്ണത്തിന്റെയും ടേബിളിലുള്ളതാണ് 6 എന്ന് പറയുന്ന നമ്പർ. അപ്പൊ 2നെ 6ലേക്ക് മാറ്റുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇൻറ്റു ഒരു 3 ചെയ്താൽ മതി, നമുക്ക് എന്ത് ആയിട്ട് കിട്ടും, 6x ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ 3നെ 6x ആക്കണമെങ്കിൽ ഇവിടെ ഒരു 2 മൾട്ടിപ്ലൈ ചെയ്താൽ മതി, നമുക്ക് എന്ത് കിട്ടും, 6x എന്ന് കിട്ടും. അപ്പൊ രണ്ടെണ്ണത്തിന്റെയും കോഎഫിഷ്യന്റ് എന്തായിട്ട് മാറ്റാൻ പറ്റും, 6x ആയിട്ട് മാറ്റാൻ പറ്റും. പിന്നെ ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു ടേമിനെ മാറ്റുമ്പോൾ നമ്മൾ ആ ഒരു ടേമിനെ മാത്രമല്ല മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, അതിന്റെ വാല്യൂവിന് ചേഞ്ച് ഉണ്ട്. ഇപ്പം നോക്കി, ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് ഗിവൺ ആണ്, ഇതിന് 2xനെ മാത്രം മാറ്റിയിട്ട് ഞാൻ 6x എന്ന് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ അവിടെ അതിന്റെ വാല്യൂവിന് ചേഞ്ച് ഉണ്ടാവും. അപ്പൊ അത് ചേഞ്ച് വരാതിരിക്കാനായിട്ട് നമ്മൾ എന്താണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അത് ഈ ഹോൾ ത്രൂ ആ ഇക്വേഷൻ ടോട്ടൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ 2xനെ എനിക്ക് 6xലേക്ക് മാറ്റണമെങ്കിൽ 3 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു ഫസ്റ്റ് ഇക്വേഷനെ മൊത്തമായിട്ട് എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഞാൻ ഈ ഹോൾ ഇക്വേഷനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ഞാൻ ജസ്റ്റ് നിങ്ങൾ എഴുതി മനസ്സിലാവാൻ വേണ്ടി എഴുതി കാണിച്ചതാണ്. ഓക്കെ,
ഹോൾ ഇക്വേഷനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. സെക്കൻഡ് ഇക്വേഷനെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു? 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി ആ കിട്ടിയത് ഞാൻ അടുത്തതിലേക്ക് എഴുതുകയാണ്. which implies എന്താ 3 into 2 that is 6x plus 9y is equal to minus 50. ഈ 3 ഓരോ ടേമിലേക്കും മൾട്ടിപ്ലൈ ചെയ്യാം. 3 into 2 6x, 3 into 3 plus 9 and 3 into minus 5 that is minus 50. സെയിം പോലെ തന്നെ 2ഉം ഓരോ ടേമിലേക്ക് കൊടുക്കുകയാണ്. that is 6x minus 4y is equal to 24. ഓക്കെ, ഇവിടെ എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സൈൻ ആണ്. സൈനും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ തെറ്റിപ്പോകും. അപ്പൊ അതുകൊണ്ട് എപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്താലും ആ വേരിയബിളിന്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ആ കോഎഫിഷ്യന്റ് കൂട്ടത്തിൽ ആ സൈനും കൂടെ വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇത്രയും കിട്ടി. ഇനി ഞാനിവിടെ ഒരു റൂൾ ഓർക്കാനായിട്ട് എഴുതി വെച്ചേക്കാണ്. സൈന് സെയിം ആകുകയാണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക, സൈൻ ഡിഫറെന്റ് ആകുകയാണെങ്കിൽ ആഡ് ചെയ്യുക. എന്തിന്റെ സൈനാണെന്ന് നോക്കാം. ഞാനിപ്പോ എക്സിനെയാണ് എലിമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് ടേംസിന്റെ എക്സിന്റെ ടേംസിന്റെ സൈൻ നോക്കാം. ഇവിടെ രണ്ട് ടേംസിന്റെയും സൈൻ പോസിറ്റീവ് ആണ് അല്ലെ, പ്ലസ് 6x ആണ്. രണ്ടാമത്തെ ഇക്വേഷനിലും പ്ലസ് 6x തന്നെയാണ്. അങ്ങനെ സെയിം ആണെങ്കിൽ രണ്ടിടത്തും പ്ലസ് അല്ലെങ്കിൽ രണ്ടിടത്തും നെഗറ്റീവ് ആണെങ്കിൽ ഈ രണ്ട് ഇക്വേഷനെയും കൂടെ സബ്ട്രാക്ട് ചെയ്യുക. ഇനി രണ്ടിടത്തും ഡിഫറെന്റ് ആയിട്ടുള്ള സൈൻ ആണെങ്കിൽ രണ്ട് ഇക്വേഷനെയും കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, കാരണം എനിക്കത് എലിമിനേറ്റ് ചെയ്യാണ്. ഇവിടെ നോക്കിയേ, 6x എന്ന് പറയുന്ന ഒരു ടേം, അടുത്തതും 6x എന്ന് പറയുന്ന ടേം. ഇതിനെ മൈനസ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് എന്തായിട്ട് മാറത്തുള്ളൂ, ക്യാൻസൽ ചെയ്ത് 0x ആയിട്ട് മാറത്തുള്ളൂ. എന്നാൽ ഇത് പ്ലസ് ചെയ്യുവാണെങ്കിൽ എന്തായിട്ട് മാറും? നേരെ അത് 12x ആയിട്ട് മാറും. അപ്പൊ എനിക്കിതിനെ ക്യാൻസൽ ചെയ്യാനായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് സെയിം ആയിട്ട് വരുവാണെങ്കിൽ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, ഞാൻ ഇതിനെ സബ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ആലോചിക്കുക, ഒരു നെഗറ്റീവ് സൈൻ ഇത് നേരെ എഴുതി നോക്കി, ഇതിൽ നിന്ന് സെക്കൻഡ് ടേമിനെ സബ്ട്രാക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ബ്രാക്കറ്റ് ഇടാൻ മറന്നു പോകരുത്. ബിക്കോസ് ഈ ഒരു നെഗറ്റീവ് സൈൻ ഓരോ ടേമിനും വേണ്ടതാണ്. ഓക്കെ, ഫസ്റ്റ് ഹോൾ ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷനെ സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ ഈ ഒരു നെഗറ്റീവ് സൈൻ ഇട്ടിട്ട് ബ്രാക്കറ്റ് ഇടാൻ മറന്നു പോയത്. ഓരോ ടേമിനും ഉള്ളതാണ് ഈ ഒരു നെഗറ്റീവ് സൈൻ. ഇനി ഈ നെഗറ്റീവ് സൈൻ ഞാൻ അകത്തേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ നെഗറ്റീവ് സൈൻ വായിച്ചു. ഇവിടെ ഈ നെഗറ്റീവ് സൈൻ അകത്തേക്ക് കൊടുക്കുകയാണ്. അകത്തേക്ക് കൊടുക്കുമ്പോൾ ഓൾറെഡി ഉള്ള പോസിറ്റീവ് സൈൻ എന്തായിട്ട് മാറും? നെഗറ്റീവ് ആയിട്ട് മാറും. ഓക്കെ, ഈ നെഗറ്റീവ് എന്തായിട്ട് മാറും? പോസിറ്റീവ് ആയിട്ട് മാറും. ഇവിടെ പോസിറ്റീവ് ആണ്, അത് എന്തായിട്ട് മാറും? നെഗറ്റീവ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇത്രയായി. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ പുതിയതായിട്ട് വന്നിരിക്കുന്ന സൈനിനെ മാത്രമാണ്. ഓൾറെഡി കിടക്കുന്ന സൈൻ നമ്മൾ നോക്കത്തില്ല. അപ്പൊ എന്താ നമ്മൾ ചെയ്തേ? ഒന്നുകൂടെ നോക്കാം. നമ്മൾ ഓൾറെഡി തന്നു ആ ഇക്വേഷനിൽ നിന്ന് കോഎഫിഷ്യന്റുകൾ, അതായത് കോൺസ്റ്റന്റുകൾ അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റി ഏതിനെയാണോ ക്യാൻസൽ ചെയ്യുന്നത് അതിന്റെ കോഎഫിഷ്യന്റുകൾ സെയിം ആക്കി. അതിനുശേഷം അതിന്റെ സൈൻ നോക്കി. സൈൻ സെയിം ആണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷനെ സബ്ട്രാക്ട് ചെയ്യുന്നു. ഇനി ഇക്വേഷന്റെ സൈൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണെങ്കിൽ അത് തമ്മിൽ ആഡ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് സെയിം ആയിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. നെഗറ്റീവ് സൈൻ കൊടുക്കുന്നു, ബ്രാക്കറ്റ് ഉണ്ടായിരുന്നു, നെഗറ്റീവ് അകത്തേക്ക് കൊടുക്കുന്നു, ഓരോ ടേമിന്റെയും സൈൻ മാറുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനെ ഹോൾ ത്രൂ മൈനസ് ചെയ്യുകയാണ്. ഓക്കെ, മൈനസ് ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ മനസ്സിലാവും 6x മൈനസ് 6x ആണ്. ഓക്കെ, അപ്പം പ്ലസ് 6x മൈനസ് 6x ഇവിടെ ക്യാൻസൽ ആയി. ഓക്കെ, ബാക്കിയുള്ളത് പ്ലസ് 9y ആൻഡ് പ്ലസ് 4y. ഓർക്കണം, പുതിയതായിട്ട് കൊടുത്തേക്കുന്ന സൈൻ മാത്രമേ കൺസിഡർ ചെയ്യാവൂ. അപ്പോ പ്ലസ് 9y ആൻഡ് പ്ലസ് 4y, ആൻസർ ഇസ് പ്ലസ് 13y. ഓക്കെ, ഇസ് ഈക്വൽ ടു ഇവിടെ മൈനസ് 15 ആൻഡ് മൈനസ് 24, ദാറ്റ് ഇസ് മൈനസ് 39. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയത്. ഇനി ഈ വൈയുടെ കൂടെ കിടക്കുന്ന കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്താണ് കിടക്കുന്നത്. 13 into y ആണ്. സോ ഓൾറെഡി അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി മാറും? ഡിവൈഡ് ആയി പോകും. സോ y is equal to minus 39 divided by 13 എന്ന് കിട്ടും. 13 എന്ന് കിട്ടും. ഇനി ഈ 13ന്റെ മൾട്ടിപ്പിൾ ആണ് 13 into 3 ആണ് 39. സോ അതുകൊണ്ട് നമുക്ക് ഇത് എന്തായിട്ട് കിട്ടും? y is equal to minus 3 എന്ന ഒരു ടേം. അപ്പൊ ഇങ്ങനെ നമുക്ക് y is equal to minus 3 എന്ന് സോൾവ് ചെയ്ത് കിട്ടും.
ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ വീഡിയോ നോക്കിയാൽ മനസ്സിലാകും. എക്സ് എന്ന് പറയുന്നതും വൈ എന്ന് പറയുന്നതുമായിട്ടുള്ള 2 വേരിയബിൾ ഉണ്ടായിരുന്നു. നമുക്ക് ഒരു വേരിയബിൾ ആക്കുന്നതിന് വേണ്ടി ഇതിന്റെ അകത്തുനിന്ന് ഒരു പുതിയ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തിട്ട് അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ വാല്യൂസ് കണ്ടുപിടിച്ചത്. എന്നാൽ ഇവിടെ ഓൾറെഡി ഒരു ടേം ഫുള്ളായിട്ട് എലിമിനേറ്റ് ചെയ്ത് പോവാണ്, എന്നിട്ട് ഒരു ടേമിനെ വെച്ചുകൊണ്ട് ഇതാക്കുന്നത്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ കുറച്ചുകൂടെ കൂടി വരും. അതിനേക്കാൾ എനിക്ക് കുറച്ചുകൂടെ പ്രിഫറബിൾ ആയിട്ട് തോന്നിയിരിക്കുന്നത് എലിമിനേഷൻ മെത്തേഡ് തന്നെയാണ്. സോ ഇത്രയും വന്നപ്പോൾ നമുക്ക് y is equal to -3 എന്ന് പറയുന്ന ഒരു ഉത്തരത്തിലേക്ക് നമ്മൾ എത്തി. ഇനി നമുക്ക് എന്ത് വേണം? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സിന്റെ വാല്യൂ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടാവുന്നതേ ഉള്ളൂ. അതിപ്പോ ഇത് ഈ ഒരു പുതിയതായിട്ടുള്ള ഇക്വേഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ചെയ്യാം. ഞാൻ ബേസിക്കലി ആദ്യം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ചെയ്യാനേ പറയത്തുള്ളൂ. കാരണം ഇതിലാകുമ്പോൾ കുഞ്ഞു ടേംസ് ആയിരിക്കും, നമ്മൾ ഇതിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വലിയ ടേംസ് ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ആദ്യം കിട്ടിയിരിക്കുന്ന ഇക്വേഷനിൽ തന്നെയാണെന്നാണ് എൻ്റെ ഒരു തോട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം, ഏതായാലും സെയിം ആണ്. സോ ഈ y is equal to -3 കിട്ടി, അത് വെച്ചുകൊണ്ട് നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോകും. നോക്കാം. So y is equal to -3. അതാണ് നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത്. y is equal to -3 ആണ്. ഇനി നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുകയാണ്. 2x plus 3y is equal to -5. ഓക്കെ, ഇതിൻ്റെ അകത്ത് y is equal to -3 എന്ന് എനിക്ക് കിട്ടി. അത് ഞാൻ ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ 2x plus 3 into -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് is equal to -5. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 2x minus 9 is equal to -5. So 2x is equal to -5 minus 9 അപ്പുറത്തേക്ക് പോകുന്നു, +9 ആയിട്ട് മാറി. So 2x is equal to -5 plus 9 എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. So x is equal to 4/2 and is equal to 2 എന്ന് കിട്ടി. So x ന്റെ വാല്യൂ കിട്ടി, x is equal to 2. അങ്ങനെ നമുക്ക് ഫൈനൽ ആ ഒരു സൊല്യൂഷൻ കിട്ടി. Therefore the solution as x is equal to 2 and y is equal to -3. ഇനി നമുക്കിത് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇക്വേഷനിലേക്ക് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കാം, x is equal to 2 ഉം y is equal to -3 കിട്ടുമ്പോൾ -5 തന്നെയാണ് ഇവിടുന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു ഉത്തരം തന്നെയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാം നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ ശരിയാണ്. ചുമ്മാ റീചെക്ക് ചെയ്യാം. നമ്മൾ മാത്സ് ആണ്, എപ്പോഴായാലും തെറ്റുകൾ പറ്റാം. അപ്പൊ ആ തെറ്റുകൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഉത്തരം ശരിയാണോ എന്ന് അറിയാനായിട്ട് നമ്മൾ ജസ്റ്റ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് -5 തന്നെയാണ് കിട്ടുന്നതെങ്കിൽ ഉത്തരം ശരിയാണ്. നോക്കാം, x is equal to 2 ആണ്, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2 into 2 that is 4 and y is equal to -3 ആണ്. -3 into 3 എന്ന് പറയുന്നത് -9. So -9 plus 4 is equal to -5 എന്ന് തന്നെ ഉത്തരം കിട്ടും. So hence we solve the equation. അങ്ങനെ എലിമിനേഷൻ മെത്തേഡ് വഴി നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്തു. ഇക്വേഷൻ സോൾവ് ചെയ്ത് നമുക്ക് സൊല്യൂഷൻ കിട്ടി. x is equal to 2 and y is equal to -3. വളരെ പെട്ടെന്നാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിനേക്കാൾ കുറച്ചുകൂടി എളുപ്പം. നമുക്ക് ഈ കട്ട് ചെയ്ത് പോകുമ്പോഴേ എന്തൊരു മനസ്സുഖമാണ്. സോ അതുകൊണ്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിനേക്കാൾ കുറച്ചുകൂടി എളുപ്പം എലിമിനേഷൻ മെത്തേഡ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഇത് ജസ്റ്റ് ഇതാണ് ഒരു ബേസിക് കാര്യം. ഇനി ഇത് വെച്ചിട്ട് ഇതേ റൂൾ വെച്ച് തന്നെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ഒരു കാര്യം ആലോചിക്കുക, എക്സിന്റെയും വൈയുടെയും വാല്യൂസ് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകും. നെഗറ്റീവ് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് അയ്യോ തെറ്റാണെന്ന് വിചാരിക്കരുത്, അത് നെഗറ്റീവ് ആകാം, പോസിറ്റീവ് ആകും. സോ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു മെത്തേഡ് ക്രോസ് റൂൾ മെത്തേഡ് ആണ്. അതുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, നിങ്ങളുടെ സജഷൻ പറയുക. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു നേരിട്ട് വന്ന് ക്ലാസ് എടുക്കുന്നത്. സോ അതിൻ്റെതായിട്ടുള്ള പോരായ്മകൾ കാണും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഓൾസോ ഡു സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. ബൈ.